Good morning, everyone. So, today I will be discussing the topic Rashtriya Uchchadar Shiksha Abhiyan. Its abbreviation is RUSA. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്നുള്ളത് ഒരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013. സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാരായിരിക്കും അതിൻ്റെ ഒരു വിഹിതം ഫണ്ടിങ് നടത്തുന്നത്. It aims at providing strategic funding to eligible state higher educational institution. എലിജിബിൾ ആയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. റൂസ സ്കീമിൻ്റെ ഫണ്ടിങ് വിൽ ബി നോം ബേസ്ഡ് ആൻഡ് ഔട്ട്കം ഡിപ്പെൻഡൻറ്റ്. അതായത് കേന്ദ്ര സർക്കാർ വെറുതെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടെത്തി അവരുടെ ഔട്ട്കംസ് എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ നോക്കി അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഫണ്ടിങ് കൊടുക്കുന്നത്. ഫണ്ടിങ് റേഷ്യോ ഇസ് 60:40 ഫോർ ജനറൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങൾക്ക് 60:40 റേഷ്യോയിലാണ് ഫണ്ടിങ്. അതായത് 60% ഫണ്ടിങ്ങിൻ്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കും. ഇനി ദർ ആർ സം സ്റ്റേറ്റ്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. അപ്പോൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഫണ്ടിങ് 90:10 ആണ്. 90% കേന്ദ്ര സർക്കാരും 10% സംസ്ഥാന സർക്കാരും വഹിക്കും. ഇനി യൂണിയൻ ടെറിട്ടറീസിനാണെങ്കിലോ 100% വിൽ ബി സെൻട്രലി ഫണ്ടഡ്. ഫണ്ടിങ് വുഡ് ഫ്ലോ ഫ്രം സെൻട്രൽ മിനിസ്ട്രി ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ടു സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ബിഫോർ റീച്ചിങ് ദ ഐഡൻറ്റിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കണ്ടെത്തിയിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എലിജിബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അവയിലേക്ക് നേരിട്ട് ഫണ്ടിങ് കൊടുക്കാതെ കേന്ദ്ര സർക്കാർ സർക്കാരിനും സംസ്ഥാന സർക്കാർ അത് എഡ്യൂക്കേഷൻ കൗൺസിലിനും കൊടുത്ത് അവിടെ നിന്നാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫണ്ടിങ് എത്തുന്നത്. ഇനി ഈ ഒരു റൂസ സ്കീമിലൂടെ എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിരുന്നത്? ഇറ്റ് വുഡ് ക്രിയേറ്റ് യൂണിവേഴ്സിറ്റീസ് ത്രൂ അപ്ഗ്രഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഓട്ടോണമസ് കോളേജസ്. ഓൾറെഡി ഉള്ള സ്വയം ഭരണം ഉള്ള കോളേജുകളെ അപ്ഗ്രേഡ് ചെയ്ത് യൂണിവേഴ്സിറ്റീസ് ആക്കുകയും അതുപോലെ തന്നെ ഒരു കോളേജ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. ക്രിയേറ്റ് ന്യൂ മോഡൽ ഡിഗ്രി കോളേജസ്, പുതിയ മോഡലിലുള്ള ഡിഗ്രി കോളേജസ്, അതുപോലെ പുതിയ പ്രൊഫഷണൽ കോളേജസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ലക്ഷ്യമാണ്. പ്രൊവൈഡ് ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്. ഫാക്കൽറ്റി ആണ് ഹയർ എഡ്യൂക്കേഷന് നെടുന്തൂണ്. നല്ല അധ്യാപകരുണ്ടെങ്കിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസം എന്നത് വിജയകരമാവുകയുള്ളൂ. അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് എന്നത് ഒരു വലിയ ഘടന തന്നെയാണ്. അപ്പം നല്ല അധ്യാപകരെ റിക്രൂട്ട് ചെയ്യാൻ നല്ല കോംപ്ലക്സ് ആയ ഒരു പ്രോസസ്സ് തന്നെ വേണം. അപ്പോൾ ഫാക്കൽറ്റി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിന് സപ്പോർട്ട് ചെയ്യുക, ഫാക്കൽറ്റിയുടെ എഫിഷ്യൻസി കൂട്ടുന്ന ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് കൊണ്ടുവരിക എന്നതും റൂസ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഇൻ്റഗ്രേറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് എഫേർട്സ് ഓഫ് ദ ഗവൺമെൻറ് ത്രൂ ഒപ്റ്റിമം ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ്റിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള സ്കീംസിനെ കൂടി ഇൻ്റർകണക്ട് ചെയ്യുന്ന രീതിയിലാണ് റൂസ സ്കീം ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇറ്റ് പ്രൊമോട്ട്സ് ഹെൽത്തി കോമ്പറ്റീഷൻ എമംഗ് സ്റ്റേറ്റ്സ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ചു നിൽക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്തി അവർക്ക് ഫണ്ടിങ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹെൽത്തി കോമ്പറ്റീഷന് തന്നെ കാരണമാകുന്നു. അപ്പോൾ സംസ്ഥാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുവരാൻ ശ്രമിക്കും. അതാണ് ഹെൽത്തി കോമ്പറ്റീഷന് സഹായിക്കുന്നു എന്ന് പറയുന്നത്. ഇനി ഇറ്റ് എയിംസ് അറ്റ് ഇക്വിറ്റി, ആക്സസ് ആൻഡ് എക്സലൻസ്. ഇക്വിറ്റി, ആക്സസ്, എക്സലൻസ്, ഇത് മൂന്നുമാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, മേജർ ലക്ഷ്യങ്ങൾ. എല്ലാവരിലേക്കും എത്തിക്കുക, എക്സലൻസ് കൊണ്ടുവരിക, വിദ്യാഭ്യാസ മേഖലയെ എക്സലൻ്റ് ആക്കുക, ഇക്വിറ്റി നിലനിർത്തുക, ഇതെല്ലാമാണ് ഈ ഒരു സ്കീമിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിച്ചത്. കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് ഈ റൂസ സ്കീം 2026 വരെ നീട്ടിയിട്ടുണ്ട്. റൂസ സ്കീം ആദ്യം വരുന്നത്, റൂസ 1 ഫേസ് വരുന്നത് 2013 പറഞ്ഞു. അത് 2017 വരെയായിരുന്നു. 2017 വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു 2022 വരെ. ഇപ്പോൾ അത് 2026 മാർച്ചിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. റൂസ 1 എയിംഡ് ടു അച്ചീവ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഓഫ് 25% ബൈ 2017. റൂസ ഫസ്റ്റ് ഫേസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ മേഖലയിൽ എൻറോൾ ചെയ്യുന്നതിൻ്റെ റേഷ്യോ അത് 25% ആക്കുക എന്നതായിരുന്നു. അതായത് കുട്ടികൾ എൻറോൾ ചെയ്യുന്നത് കൂട്ടുക എന്നതായിരുന്നു. 2017 ആകുമ്പോഴത്തേക്കും അത് 25% ആക്കുക എന്നതായിരുന്നു ലക്ഷ്യം. റൂസ 2 വന്നപ്പം സെക്കൻഡ് ഫേസിൽ അവരുടെ ടാർഗറ്റ് 25% നിന്നും കുറച്ചും കൂടെ മേളിൽ 32% ആക്കുക 2022 ആകുമ്പോഴേക്കും.
റൂസ 3യുടെ ടാർഗറ്റ് വന്നിട്ട് ഇപ്പോൾ 2026 വരെ നീട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ടാർഗറ്റ് അൺസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് എത്തിക്കുക എന്നതാണ്. അതായത് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക്, റൂറൽ ഏരിയാസിലേക്ക്, ഔട്ട്സ്കേർട്സിലേക്കല്ല, അങ്ങനെയുള്ള ഏരിയാസിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഇതിന് ഉൾപ്പെടുത്താൻ പാകത്തിന് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഗവൺമെൻറ് 13,000 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ദ എക്സ്പെൻഡിച്ചർ പ്രപ്പോസ്ഡ് ഇസ് അറൌണ്ട് 30,000 crore ഫോർ റൂസ 3rd phase. സോ ഇതാണ് റൂസ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്നതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. താങ്ക് യു.